എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതാ കഞ്ഞി, ഇത് നമ്മുടെ പഴയ കാല കറി. പരിപ്പ്, മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു എല്ലാം ചേർത്തൊരു കറി. ഇത്രയുള്ള മക്കൾ. ഇത് വെക്കാൻ എനിക്ക് ഇന്ന് നേരമുള്ളൂ. ഇതുള്ളൂട്ടോ. നമുക്ക് ഇത് കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാം. വിശപ്പ് തീരില്ല, വേണ്ട കാര്യമെല്ലാവരും. നമുക്ക് വിശപ്പ് തീരണം. അതിന് നമുക്ക് എന്ത് വേണം? കഞ്ഞി, ഭക്ഷണം കഴിക്കണം. എന്തായാലും വിശപ്പ് തീർന്നാൽ മതി അല്ലേ? പിന്നെ പല്ല് വയ്ക്കുക എന്ന് പറയും. പല്ല് വയ്ക്കണതൊക്കെ ഒരു ഭംഗിക്ക് മാത്രമായിട്ടാ, അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും ആവില്ല പല്ല് വെപ്പ്. ഒരു മകനോട് ചോദിക്കേണ്ട എത്രയായി എനിക്ക് വയ്ക്കാനെന്ന്. മോനെയുള്ള പല്ല് വെച്ചിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഭക്ഷണം രുചികരമില്ല. അവർ പറഞ്ഞത് ശീലമായ കുറേ ആവുന്ന പറയണം. ഇതുവരെ എനിക്ക് ആ ഭക്ഷണത്തിനോട് രുചി തോന്നുന്നില്ല. ഭംഗി ഉണ്ടാവും, നമുക്ക് ചിരിച്ച് കളിച്ച് നടക്കാം, അത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മളിത് ഊരി വെച്ചിട്ട് കഴിക്കുക നല്ലത്. കാരണം ഒരിക്കലും ഒറിജിനൽ തന്നെയാണ്. അത് എത്ര വെച്ചാലും കാര്യമില്ല. ഇപ്പം ഞാൻ ഈ കഴിക്കണതൊക്കെ എൻ്റെ ഈ പല്ല് കൊണ്ടല്ല, ഈ വെച്ച പല്ല് കൊണ്ടല്ല. ഇവിടെ 2 വലിയുള്ള പല്ലുകൾ എനിക്കുണ്ട്. മറ്റുള്ള പല്ലുകളൊക്കെ എടുത്തതാണ് അവർ. ഈ പല്ല് വെക്കാൻ വേണ്ടി അവർ എടുത്തതാണ്. 2, 3, 4 പല്ല് എനിക്ക് പോയിട്ടുള്ളൂ. അതൊക്കെ അങ്ങോട്ട് എടുത്തത് ഈ പല്ല് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എൻ്റെ ഇവിടെയുള്ള ഒറിജിനൽ പല്ല് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കഴിക്കണം. അപ്പോൾ നമ്മുടെ നാവുണ്ടല്ല, ഈ നാവ് നമ്മുടെ അണ്ണാക്കിൽ മുട്ടില്ല. അത് ഈ പല്ല് വെച്ച ഈ പ്ലാസ്റ്റിക്കിലാണ് മുട്ടുക. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് വെച്ച ഉടനെ തന്നെ നോക്കാനും ഛർദിയൊക്കെ ആയിരുന്നു നമുക്ക് പറ്റാണ്ട്. പിന്നെ പതുക്കെ കഴിക്കണം. ധൃതി വെച്ച് പണ്ട് നമ്മുടെ ഒറിജിനൽ പല്ലുള്ള പോലൊന്നും കഴിക്കരുത് കേട്ടോ. പതുക്കെ കഴിക്കണം. എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടിയമ്മേനെ അറിയില്ലേ? കുട്ടിയമ്മയുടെ ചേച്ചി മരിച്ചു. കുട്ടിയമ്മയുടെ ചേച്ചി മരണപ്പെട്ടു. വയസ്സായി, വയ്യാണ്ട് എടുക്കുകയായിരുന്നു. അങ്ങനെ മരിച്ചു. ഇന്നലെ മരിച്ചു. പക്ഷേ കുട്ടിയമ്മനെ അറിയിച്ചില്ല. അവിടെ എത്തണവരെങ്കിലും സന്തോഷിച്ച് പോയിക്കോട്ടെ. കാരണം ചില മനുഷ്യർ ഇങ്ങനെയാണ്. ചില മനുഷ്യരെ എല്ലാവരും വെറുക്കുമ്പോൾ ചില മനുഷ്യർ എത്ര ദ്രോഹിച്ചാലും അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരിൽ ഒരാളാണ് കുട്ടിയമ്മ. അതിന് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ആൾക്കാർ എത്ര അതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കുട്ടിയമ്മ അവരെ സ്നേഹിക്കുന്നത് എനിക്കറിയാം. നമ്മളെത്ര കഞ്ഞി കൊടുത്താലും എത്ര നോക്കിയാലും എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ വീട്
അതവരുടെ മനസ്സിലുണ്ട്. പക്ഷെ കുട്ടിയമ്മ എന്തോ നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടില്ല, മക്കളില്ല, ആരില്ലാഞ്ഞിട്ടും എൻ്റെ അടുത്ത് വന്ന് ചേർന്നു. അപ്പം അവരെ കുടുംബക്കാർക്കൊരു ഭാരമില്ല. അന്ന് എനിക്ക് ലക്ഷങ്ങളൊന്നും തന്നിട്ടില്ല. കുട്ടിയമ്മയ്ക്ക് വീടുണ്ട്, പറമ്പുണ്ടൊക്കെ ഉണ്ട്. ലക്ഷങ്ങളൊന്നും അവരെനിക്ക് തന്നിട്ടില്ല. എങ്കിലും ഞാൻ സ്വീകരിച്ചു. എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് എന്ന നിലയിൽ ഞാൻ അവരെ ഏറ്റെടുത്തു. അന്ന് കുറേ വിമർശനങ്ങളുണ്ടായി. എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സ്വാമി വേണ്ടാത്ത ചെയ്യണേ, അവർക്ക് ഉപ്പ ആരോഗ്യമുണ്ട്, വയസ്സായി കഴിഞ്ഞാൽ അവർക്കൊന്നിനും പറ്റില്ല. ശരിയാണ്, അവർ പറഞ്ഞതും ശരിയാണ്. പക്ഷെ അന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് ബോധം വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ ഞാൻ തകർന്നു പോയി. ഇവർ രണ്ടാളെയും പരിപാലിച്ച് കൊണ്ടുപോകാൻ ഞാൻ വളരെ വിഷമിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്നതൊന്നും അവർ ഉൾക്കൊള്ളില്ല. ആയിക്കോട്ടെ, ദൈവം ഉണ്ടല്ലോ. അപ്പം ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയില്ല, മക്കളില്ല, ഉള്ളത് സഹോദരങ്ങളാണ്. അവരൊക്കെ എത്ര കാലം നമ്മളെ നോക്കും എന്നെനിക്ക് അറിയില്ല. ഒക്കെ എപ്പോഴാണെങ്കിലും മാറി മറിയാം അല്ലേ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ചിലപ്പോൾ അവരുടെ മക്കളെ എന്നെ കൂടുതൽ സ്നേഹിക്കും. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ ചിന്തിക്കണു, സ്നേഹിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കണു. നാളെ അവരെന്നെ സ്നേഹിച്ചുകൂടാന്നില്ല, അല്ലെങ്കിൽ ഇന്ന് സ്നേഹിക്കണേക്കാൾ ഇരട്ടി വെറുത്തുകൂടാന്നില്ല. മനുഷ്യാവസ്ഥയാണ്, എങ്ങനെ വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. മനുഷ്യരുടെ കാര്യമൊക്കെ ഇത്രയുള്ള ഉള്ള കാലം ഞാൻ ഇതാ കുതിര പറന്ന് നടക്കാൻ നമുക്ക് ഒന്നും വേണ്ട. കത്സലമായി ഒരു പനി വന്നു കഴിഞ്ഞാൽ എത്ര വില്ലനായാലും വില്ലത്തിയായാലും ചുരുണ്ടുകൂടി കിടക്കണമുണ്ട്. ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതൊന്നും മനുഷ്യർ ചിന്തിക്കുന്നില്ല എന്ന്. അപ്പോഴത്തെ ആഗ്രഹം, അപ്പോഴത്തെ ലക്ഷ്യം, അതെന്നും മനുഷ്യൻ ചിന്തിക്കണുള്ളൂ. പഴുത്ത പാവല വീഴുമ്പോൾ പച്ചപ്പാവല ചിരിക്കണ്ട, നാളെ നെയ്യും വീഴും. അതാലോക്കുള്ള ബോധം വേണം. ഓ കിളവൻ, തള്ള, തന്ത. നാളെ നെയ്യ് 16കാരനാണെങ്കിൽ നാളെ നെയ്യുമാവും തള്ളയും തന്തയൊക്കെ. അത് ചിന്തിക്കുക ആദ്യം, അപ്പോഴേ നിനക്കറിയൂ. സ്നേഹിക്കാൻ പഠിക്കുക. അവിടെ ചെറുപ്പമില്ല, വയസ്സില്ല. സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ പഠിക്കുക. ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അവരുടെ പെരുമാറ്റം, ഭംഗിയല്ല. ഭംഗിയൊന്നിനും ഉള്ളില്ല. ഭംഗിയൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് പോകാന്നുള്ളൂ. ഭംഗി നോക്കി ആരും നമ്മൾ വിലയിരുത്തരുത്, ഭംഗി നോക്കി ആരും നമ്മൾ സ്നേഹിക്കരുത്. ഒക്കെ ഒരു നിമിഷം നേരം കൊണ്ട് പോകും കേട്ടോ. അവരെ പെരുമാറ്റം, അവർ നമ്മളോട് സമീപിക്കുന്ന സമീപനങ്ങൾ, സ്നേഹം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭംഗിയല്ല. ഭംഗിയൊക്കെ പെട്ടെന്ന് പോകും.
ചിലർ പെണ്ണ് കാണാൻ പോണു. അയ്യോ അപ്പം എൻ്റെ പല്ല് ഇങ്ങനെ, ആ പല്ലിൻ്റെ പെണ്ണ് ഇങ്ങനെ, അവളെ മൂക്ക് ഇത്ര ഉണ്ട്. അതൊന്നും നോക്കണ്ട, സ്നേഹം ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്തോളേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്തോട്ടാ. നല്ലതാവട്ടെ പൊട്ടിയാട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നണം അത് കമൻറ്റ് ചെയ്തോ. പുതിയ വീഡിയോയിൽ കാണാം. അവരെല്ലാവരും സുഖസന്തോഷമായി ഇരിക്കും കേട്ടോ. സുഖസന്തോഷമായി എല്ലാവരും ഇരിക്കൂ കേട്ടോ.